ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി, പത്തിരി, പൊറോട്ട അങ്ങനെ ഒരുപാട് പലഹാരങ്ങളുടെ കൂടെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡക്ക് മപ്പാസാണ്. നിങ്ങൾ ഇതേ റെസിപ്പി തെറ്റാതെ ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നാന്തരം ഒരു ഡക്ക് മപ്പാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഡക്ക് മപ്പാസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ 1 കിലോയും 150 ഗ്രാമും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ അഴുക്ക് കളയാനുള്ളതെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ 1 കിലോയും 150 ഗ്രാമും കൂടെ ഉണ്ടായിരുന്നേ. ആ ഡക്കിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് നമുക്കൊന്ന് പുരട്ടി വെക്കാനുള്ളതുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും, ഉപ്പ് 1 ടീസ്പൂണും, ഗരം മസാല ഒരു 3/4 ടീസ്പൂണ്, പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരു 3/4 ടീസ്പൂണ്. ഇതെല്ലാം കൂടെ താറാവിൻ്റെ ആ കഷ്ണങ്ങളിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി അതവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. നമുക്കിനിയും വേറെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ എടുക്കണം. അത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, നാടൻ കറിയാണ് ഡക്ക് മപ്പാസ് എന്നൊക്കെ പറയുന്നത്. അപ്പം കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത്. ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് കുരുമുളക് ഒരു 3/4 ടീസ്പൂണും, പെരിഞ്ചീരകം ഒരു 1/4 ടീസ്പൂണും, ബേ ലീഫ് 2 ചെറുത്, ഗ്രാമ്പു 5 എണ്ണം, ഏലയ്ക്ക ഒരു 3 എണ്ണം, കറുവപ്പട്ട ഒരു 5 എണ്ണം. ഈ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാലോ നല്ലൊരു മണം വരും. പക്ഷേ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. മീഡിയം വലിപ്പത്തിലുള്ള 3 ഉള്ളി ഓരോന്നും 4ആയിട്ട് മുറിച്ചിട്ടാണ് കനം കുറച്ചരിഞ്ഞ് അതിലോട്ട് ചേർത്തിരിക്കുന്നത്. പിന്നെ അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വന്നപ്പോഴേക്കും അതിനകത്തോട്ട് 2 പച്ചമുളകും കൂടെ നടുവേ കയറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഞാൻ വളരെ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഈ മപ്പാസിന് കുറേ കൂടി ഇഷ്ടം. ഇതൊരുമാതിരി നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും ലൈറ്റ് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ഒതുങ്ങിയാൽ മാത്രം മതി. പിന്നെ നമ്മളെടുത്ത് റെഡിയാക്കി വെക്കേണ്ട കാര്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് ചതച്ചതായാലും മതി. ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയ വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂണും അതിൻ്റെ നേരെ പകുതിയാണ് ഇഞ്ചി പേസ്റ്റ് ആക്കിയത് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂണേ ഞാൻ ജിഞ്ചർ പേസ്റ്റ് എടുത്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ക്രഷ് ചെയ്തത്. അതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് പോകുന്നത് വരെ നല്ല ക്ഷമയോടൊന്ന് വഴറ്റി കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാവേ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണും, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും, കുരുമുളക് പൊടി ഒരു 3 ടീസ്പൂണുമാണ്. നമുക്ക് കുരുമുളക് പൊടി ഇപ്പോൾ ഇത്രയും ചേർത്ത് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ചുകൂടി ചേർക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഗരം മസാലയുണ്ട്. ഗരം മസാല ഇപ്പോൾ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂണാണ്. അത് നമുക്ക് എല്ലാം കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പൊടി ഒരിക്കലും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമ്മളെടുത്ത് റെഡിയാക്കി വെക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. വലിയൊരു 1.5 ടൊമാറ്റോ, നല്ല വലിപ്പമുള്ള ഒരു 1.5 ടൊമാറ്റോ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കൊച്ചായിട്ടൊന്ന് മുറിച്ച് വെക്കണം. കാരണം ഇത് നന്നായിട്ട് ചെറിയ തീയിലിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ടൊമാറ്റോയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ ചെറിയൊരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. 1-ാം പാല് ഞാൻ ഒരു 1.25 കപ്പ് ഉണ്ടായിരുന്നു. നല്ല കട്ടി തേങ്ങാപ്പാലുണ്ടായിരുന്നു. പിന്നെ ഒരു 3 കപ്പ് 2-ാം പാലും ഉണ്ടായിരുന്നേ. പാചകത്തിലെ ബിഗിനേഴ്സായിട്ടുള്ളവരോട് ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണെന്നുണ്ടെങ്കിലും അല്ലാതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ചൂട് വെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിപ്പാൽ കിട്ടും. അത് ആ തേങ്ങയിൽ നിന്നുള്ള ഫുൾ പാലും നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം അതേ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് നമ്മൾ പുരട്ടി വെച്ച ഡക്കിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കണേ. അപ്പോഴൊക്കെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ ഈ വീഡിയോയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് പോയി നോക്കിയാൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നു, പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. നമ്മൾ ഡക്കിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സവാളയുള്ളി വഴറ്റുമ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതായിരുന്നു. ഞാനങ്ങ് മറന്നു പോയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇപ്പം ചേർത്ത് കൊടുത്തത്. നമ്മുടെ എല്ലാ മസാലകളും ഇപ്പം നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വഴന്ന മസാലയ്ക്കകത്തിട്ട് നമ്മൾ ആ പുരട്ടി വെച്ച ആ ഒരു ഡക്കിൻ്റെ പീസസ് കുറച്ച് നേരം ഒന്ന് വഴറ്റുമ്പോഴേക്കും അതിൻ്റെ മണമെല്ലാം കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പിടിക്കും. അങ്ങനെ ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ വഴറ്റിയാൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊരു ചെറിയ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം ആ ഒരു സമയത്തൊക്കെ നന്നായിട്ട് വഴറ്റാനായിട്ട്.
പിന്നെ നമ്മളിപ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാലും ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പും കൂടിയാണ്. നമ്മൾ ആദ്യം വഴറ്റിയപ്പോഴൊക്കെ ഉള്ളി വഴറ്റിയപ്പോഴൊക്കെ ചേർത്തതാണ് ഉപ്പ്, എന്നാലും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്നെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രഷർ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, നാടൻ താറാവിനും ബ്രോയിലർ താറാവിനുമൊക്കെ രണ്ടും രണ്ട് വേവാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് നാടൻ താറാവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ കുറച്ച് കൂടുതൽ നേരം വെക്കേണ്ടി വരും. ബ്രോയിലർ ആണെങ്കിൽ പെട്ടെന്ന് ഒരു വിസിൽ കൊണ്ട് തന്നെ അത് കുക്ക് ചെയ്ത് കിട്ടുമേ. ചിലപ്പം അറിയാൻ പറ്റത്തില്ല, ബ്രോയിലർ ആണെങ്കിൽ പോലും ചിലപ്പോൾ കൂടുതൽ നേരമാകും. ഒന്നുകിൽ ബ്രോയിലർ ആണെങ്കിൽ നിങ്ങൾ പുറത്ത് തന്നെ വെച്ച് കുക്ക് ചെയ്യുക, അതായിരിക്കും ഏറ്റവും സേഫ്. ഞാൻ പ്രഷർ കുക്കറിൽ വെയിറ്റ് ഇട്ടിട്ട് ആദ്യം കുറച്ച് നേരം നല്ല ഫ്ലെയിമിൽ വെച്ചു, നല്ല ഒന്ന് തിളയ്ക്കുന്ന നേരം വരെ. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ തന്നെ ഞാൻ പ്രഷർ റിലീസ് ചെയ്തിട്ട് അത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് വേവായിരുന്നു കേട്ടോ. ഇനി നമുക്ക് താളിക്കാനുള്ളത് റെഡിയാക്കാമേ. നല്ല ഒരു പിടി കൊച്ചുള്ളിയും 2-3 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ് താളിക്കാൻ എടുക്കുന്നത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതെല്ലാം കൂടെ താളിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് 1-ാം പാൽ കറിയിൽ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പം 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും തിളച്ചു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ ഒന്നുകിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അതങ്ങ് തിളച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റും പോകും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് ഒരു 10-12 കാഷ്യൂ നട്ട്സ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കുറേ കൂടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. എൻ്റെ കയ്യിൽ അപ്പോൾ കാഷ്യൂ നട്ട്സ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും കാഷ്യൂ നട്ട്സ് ചേർക്കുന്നതാണ്. ഇപ്പോൾ അതിനകത്തോട്ട് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ്. അതും കൂടി അവസാനം ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആ താളിച്ച് റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതിൻ്റെ പകുതി ഞാൻ ആ കറിയിലോട്ട് പ്രഷർ കുക്കറിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബാക്കി പകുതി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് യോജിച്ച് പോകുന്നൊരു കറിയാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്